ഹലോ എവരി വൺ. ഇന്ന് ഞാൻ പറയുന്ന സബ്ജക്റ്റ് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാനും വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാനിത് പറയാൻ പോകുന്നത് ജോലിയും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ജോലി എന്ന് പറയുന്നത് നമ്മളിപ്പം സ്കൂളും കോളേജും എല്ലാം ട്രെയിൻ ചെയ്ത് നമ്മളെ എടുക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ഡ്രീംസൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം അത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം. കാര്യം ഓൾറെഡി ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാൻ കാര്യമാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇത് ജാക്മ, ചൈനയിലെ വലിയ കോടീശ്വരനാണ്. പുള്ളി ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഉദാഹരണമുണ്ട്. അതിനകത്ത് ഒരു കുരങ്ങൻ്റെ അടുത്ത് നമ്മൾ 2 പഴവും ക്യാഷും വെച്ച് കഴിഞ്ഞാൽ കുരങ്ങൻ ഏതെടുക്കും? പഴം എടുക്കത്തുള്ളൂ. കാരണം ഈ ക്യാഷ് കൊണ്ട് അതിനേക്കാളും കൂടുതൽ പഴം മേടിക്കാമെന്നുള്ള അറിവ് കുരങ്ങനില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരാളുടെ അടുത്ത് ഈ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ ജോലിയും ബിസിനസ്സും വെച്ച് കഴിഞ്ഞാൽ ജോലിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാര്യം അങ്ങനെയാണ് ഇത്രയും വർഷം അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. പണ്ട് രാജാക്കന്മാരും വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്തും ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ജോലിക്കാണ് ആവശ്യം ആൾക്കാരെ. അപ്പോൾ ആ വിദ്യാഭ്യാസം കൊടുക്കും, കൊടുത്ത് ഈ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ റിസ്ക് എടുക്കാൻ സമ്മതിക്കത്തുമില്ല. പരാജയത്തെ അംഗീകരിക്കത്തില്ല. സ്കൂളിലെ ടീച്ചിങ്ങിനകത്ത് ഏറ്റവും മോശം മാർക്ക് മേടിക്കുന്ന ആളെ ഏറ്റവും മോശം ആളായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് അതാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഏത് കാര്യം ചെയ്താലും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ പരാജയത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ലയണൽ മെസ്സി പല പ്രാവശ്യം വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റിട്ടുണ്ട്, വേൾഡ് കപ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് ജയിച്ചു. അപ്പോൾ എത്രയോ പ്രാവശ്യം തോറ്റു. തോക്കുമ്പോൾ സങ്കടമാണ്, ദുഃഖമാണ്. അവിടെയാണ് ചിന്ത നടക്കുന്നത്, എന്താണ് വിജയിക്കാൻ വേണ്ടതെന്നുള്ളത്. വിജയികൾ എന്താ ചെയ്യുന്നത്? അവർക്ക് അവിടെ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, അവർ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അപ്പം പരാജയം ഇതിൻ്റെ ഒരു ഭാഗമാണ്. രാത്രി പകല് പോലെ, മുൻവശം പുറവശം പോലെ, ഇന്നിയാങ് ആണ്. പക്ഷേ ഈ പരാജയത്തെ അംഗീകരിക്കാത്തവർക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, അവർക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലേക്ക് അവർക്ക് മാറ്റം വരാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം പഠിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും തന്നെ പഠിക്കേണ്ടി വരും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. പക്ഷെ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. അവരുടെ ഉള്ള അറിവ് വെച്ച് അവർ ചെയ്യുക. എല്ലാവരുടെയും വിചാരം ഈ സ്കൂളും കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതോടുകൂടി പഠിത്തം കഴിഞ്ഞു, ഇനി പഠിപ്പിക്കാമെന്നാണ്. മാസ്റ്റർ ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ PhD എടുത്തു, ഇനി മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നേ ഉള്ളൂ. അങ്ങനെയല്ല ശരിക്കും. എല്ലാ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പഠിക്കാനും തോക്കാനും തോൽവിയിലൂടെ വീണ്ടും പഠിക്കാനും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഫോം ചെയ്യണം. തോൽവി ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റേത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പുറകിലായി, അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് നിർത്തി നമ്മളെ വഴക്ക് പറയുന്നു, അത് തോക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം തോറ്റിട്ടാണ്. നടക്കാൻ പഠിക്കുന്നത് തോറ്റിട്ടാണ്, സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത് തോറ്റിട്ടാണ്, ഡ്രൈവിങ് പഠിക്കുന്നത് തോറ്റിട്ടാണ്. അങ്ങനെ എല്ലാ കാര്യത്തിനും തോൽവിയിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് അനിവാര്യമാണ്. അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. തോക്കാൻ പേടിക്കരുത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാലേ ഉള്ളൂ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊരു ഡ്രീം ലൈഫ് നമുക്ക് സാധ്യമാവുള്ളൂ. മറ്റേത് നമ്മൾ സമയം
കൊടുത്തിട്ടാണ് നമ്മൾ പൈസ കിട്ടുന്നത്. സമയമാണ് കൊടുക്കുന്നത്. സമയം കൊടുത്തിട്ട് അതിന് വേജസോ സാലറിയോ നമുക്ക് കിട്ടുമായിരുന്നേ. സമയമാണ് വിൽക്കുന്നത്. ബിസിനസ്സിൽ സിസ്റ്റമാണ് ബിൽഡ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പണം ഉണ്ടാക്കി തരുന്ന രീതിയിലോട്ട് എത്തുവാണ്. അവിടെ വർക്കില്ല. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യും. മറ്റേത് സമയം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സമയം നമുക്കില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗിയായ അവസ്ഥയിൽ നമുക്ക് ഇൻകം കിട്ടത്തില്ല. തമ്മിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യുന്നവർ വളരെ കുറവാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് മേടിച്ച് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് സംഭവങ്ങൾ തുടങ്ങി. പക്ഷെ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമുക്ക് പരാജയപ്പെടാനുള്ള സാധ്യതയാണ്. ആ പരാജയം വരും, പക്ഷെ ആ പരാജയത്തിന് എങ്ങനെ കരകയറണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പരാജയത്തിന് വീഴ്ച കുറയ്ക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വരും എന്നുള്ളതിന് സംശയമില്ല. ജോലിക്ക് അത് ഒരു സേഫ് സോണാണ്. അവിടെ പരാജയം എന്ന സംഭവം അങ്ങനെ വരാൻ വഴിയില്ല. നമുക്ക് കൃത്യമായിട്ട് മാസം ശമ്പളം കിട്ടും. പക്ഷേ നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, മനുഷ്യൻ്റെ സാധ്യത അനുസരിച്ച് അവൻ ചെയ്യുന്നതിൽ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരു 2% ആൾക്കാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അത് അപ്ലൈ ചെയ്യുന്നവരും അതുപോലെ 2% ഉള്ളൂ. ബാക്കി ആർക്കും അത് പിടികിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ടഫായിട്ടുള്ള കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീസൺ എന്താണെന്നുള്ളത് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ നന്നായിരിക്കും. താങ്ക് യു. ബൈ ഫോർ നൗ.